കണക്കൊക്കെ ഓഡിറ്റ് ചെയ്യാൻ അയക്കണമെന്നുള്ള എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ കണക്ക് നോക്കുമ്പോഴേ 6.5 ലക്ഷം റുപ്യ മൊത്തം ഷോർട്ടാണ്. 1.5 ലക്ഷം റുപ്യന്റെ കാര്യം എനിക്കറിയാം, ഇത് തിരുമല നടത്തി. പക്ഷേ ഈ 5 ലക്ഷം റുപ്യ ഇവിടെ പോയി. 5 ലക്ഷത്തിന്റെ കാര്യമില്ലേ, അത് ഞാനേ കുടുംബത്തിലൊരു ആവശ്യത്തിന് വേണ്ടിട്ട് തീർച്ചു. അത് ഞാൻ അളിയാക്കാനോട് പറഞ്ഞ് റെഡിയാക്കിയോളാം. അപ്പൊ ഇതിൽ ഇതാക്കേണ്ട ആവശ്യമില്ല. സെമീറെ, ഈ അളിയാനോട് പറയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജിന്നോടും കൂടി ഒന്നും മുണ്ടില്ലല്ലോ ഈ 5 ലക്ഷത്തിന്റെ കാര്യം. ഇനിയിപ്പോ ഇപ്പം ഇവിടെ വരും, ആചാര്യം ഇവിടെ വരും. ഓരോട് ഞാൻ സമാധാനം പറയണ്ടേ? ലത്തീഫുണ്ടല്ലോ നമ്മളെ മാനേജർ, ഓൻ ചൂടായിക്കാണ്ട് പോയത് ഈ വിഷയം അറിഞ്ഞിട്ട്. ഇതിന് തീരുമാനം കാണണം. അതിന് പക്ഷെ ഇപ്പൊ ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കണക്ക് കൂട്ടുമ്പോ എല്ലാരും കൂടി ഇരുന്നിട്ടല്ലേ ഇതാക്കുക. അന്നെ മാത്രം ഏൽപ്പിച്ചാലല്ലത്, ഇനിയും കൂടി ഏൽപ്പിച്ച കാര്യമില്ലത്. അപ്പൊ ഞാൻ ആ സഭയിൽ പറഞ്ഞോണ്ടത്. അതിനിങ്ങനെ എന്നോട് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. സെമീറെ, ഞാൻ ചൂടായതല്ല, കാര്യം പറഞ്ഞാണ്. വരാൻ പോണ ബുദ്ധിമുട്ട് എന്താന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എന്റെ അളിയനെ ആചാര്യം നാട്ടിലുണ്ടായിട്ടില്ല, അത് സംഗതി ശരി തന്നെയാണ്. എന്റെ ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നല്ലോ, എനിക്കെന്താ ഇപ്പാനോടൊന്ന് പറഞ്ഞുകൂടേനാ? പിന്നെ ഇതൊരു കമ്പനിയാണ്, ഇവിടെ നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും കാട്ടാൻ പറ്റൂല. അല്ല ഷിബോ, ഇജ്ജിപ്പോ പറയുന്ന കേട്ടാല് ഈ കമ്പനിയിൽ ഇപ്പോ അനക്കും എന്റെ ഉപ്പാക്കും മാത്രമേ അവകാശമുള്ളൂ. അളിയനും ഞങ്ങളെ കുടുംബക്കാർക്കും ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലാന്ന് വെച്ച് പറയണത്. പിന്നെ ഒരു 6.5 ലക്ഷം റുപ്യേന്റെ കഥയാണത്. അതിനും വേണ്ടി ഇജ്ജ് ഇങ്ങനെ ചാടി കളിച്ചേണ്ട ഒരു ആവശ്യമില്ല. ചങ്ങായി, ഇതൊന്നും ഒരു മനുഷ്യനോട് പറയാൻ പറ്റിയ വർത്താനല്ല. പിന്നെ ഈ സ്ഥാപനം ഇന്നെ ഏൽപ്പിച്ചിക്കണു. ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് രണ്ടാക്കുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടായി കൊടുക്കേണ്ടി വരും. പിന്നെ ഇന്റെ അപ്പിയും എന്റെ അളിയനുള്ള ബന്ധമൊന്നും നമ്മൾ വിചാരിച്ചില്ലാറ് അപ്പുറത്തേക്കാണ്. അതൊന്നും ഇപ്പൊ ജിദ്ദീക്ക് വലിച്ചയക്കണ്ട. അതല്ലേലും ഇപ്പോളേ അളിയാക്ക ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ ഒരാള് നില നിലക്കാണ് ഇപ്പൊ ഞാൻ കാണുന്നത്. ബാക്കിയൊക്കെ ജല തീരുമാനിച്ചത്. ഇച്ചും എന്നോട് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല കൂടുതൽ. ഇതൊരു കാര്യം ചെയ്താളാ, ലത്തീഫോടെ പോയിട്ട് ഇപ്പാനോടും എന്റെ അളിയനോടൊക്കെ ഈ വിഷയം പറയുന്നതിന് മുന്നേ ഇതിലൊരു തീരുമാനം ഉണ്ടായി കൊടുത്താളാ. ഇന്നും കൂടി കള്ളനാക്കണ പണിയെടുക്കല്ല.